ഫീൽ അറിയോ പറയാൻ പറ്റില്ല. വൺ ടൈമിൽ എല്ലാരും വരണം, എല്ലാരും ഭംഗി കാണണം. അപ്പൊ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ദ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. ഇവിടെ രണ്ട് സൈഡിലും കടലാണ്. അതായത് നമ്മളുടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇന്ത്യൻ ഓഷനും ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളും. അതിലൊരു ട്രെയിനിൽ വന്ന് അവിടുന്ന് ബസ് പിടിച്ച് ഇങ്ങോട്ട് വന്നാലും നഷ്ടമല്ല. അവിടുന്ന് ഇങ്ങോട്ട് ഓട്ടോ സർവീസ് ഉണ്ട്, ഇനിയില്ല ഓൺ വെഹിക്കിളിൽ വരണമെങ്കിൽ അങ്ങനെ വരാം. ഓൺ വെഹിക്കിളിൽ വരികയാണെങ്കിൽ ഒന്നങ്ങ് ചവിട്ടി പിടിച്ച സുഖമായിട്ട് ഇത് എത്തും. ഇതാണ് കേട്ടോ ഇവിടുത്തെ കഫേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. ഇവിടുന്ന് ഫിഷ് ലൈവായിട്ട് മലയാളത്തിലൊക്കെ എഴുതി ഫിഷ് ലൈവായിട്ട് ഇവിടെ നമുക്ക് പൊരിച്ചുതരും. പിന്നെ ഇവിടെ സീഷെൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കൂടെ പോകുമ്പോൾ ഒരു ഫീലിങ്സ് എക്സ്പീരിയൻസ് ഇതൊക്കെ വേറെ ലെവലാ. അപ്പൊ അത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല. നമ്മളിപ്പോ ഈ ഒരു ടൈമിൽ ഇപ്പൊ വന്നപ്പോ ഇന്ന് ഇങ്ങനെ ഒരു തിരക്കുണ്ട്. ഇപ്പൊ കൊറേ നമ്മള് ധനുഷ്കോടി കഴിഞ്ഞ് ഇപ്പൊ കൊറേ നേരമായിട്ട് ക്യൂല. അപ്പൊ ഞങ്ങളെന്താ വെച്ചാൽ നമ്മളെ ചെക്കനെ കൊണ്ട് അവിടെ കൂടെ ഒന്ന് കറങ്ങി വരണമെന്നുണ്ട്. അതെന്താ അതിന്റെ അവസ്ഥ ഒന്നും അറിയില്ല. അപ്പൊ കുറെ പേര് ടാക്സിക്കാർ അവിടെ കൊണ്ടുവിടുന്നുണ്ട്, ട്രാവലർ വന്നിട്ട് കൊണ്ടുവിടുന്നുണ്ട്. അപ്പോ നമുക്ക് അറ്റൊന്ന് കാണണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ പോയി വരണം. നോക്കാം, ഇവിടെ എവിടെയും പാർക്കിംഗ് അവൈലബിൾ ഇല്ല, എല്ലാം ഫില്ല. കേരള കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഈ കാറ്റ് കാരണം കേൾക്കണ്ടോന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ വെച്ച് പറയാം, അപ്പോ എനിക്ക് അടുത്തെന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് അരീച്ചൽ മുനി പോയിന്റ്. അതേ ആ കാണുന്നതാണത്. അവിടെ കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നില്ല. പിന്നെ അങ്ങനെ കടല അവിടെ ശ്രീലങ്ക. ഇവിടുന്ന് ഒരു 18 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ശ്രീലങ്കയ്ക്ക്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു അടിപൊളി സൺസെറ്റ്, അതും എവിടുന്ന്. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ടൈമിംഗ് ഉണ്ട് കേട്ടോ, 6 മണി വരെയാണ് വൈകുന്നേരം. പോലീസ് ഇറങ്ങാൻ പറഞ്ഞു. സോ അപ്പോൾ നമ്മളിതേ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റായ ഈ ഫിഷ് ഫ്രൈ വാങ്ങാൻ പോവാണ്. എന്താ പറഞ്ഞിരിക്കണേ? ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം. ഇവിടുത്തെ ഫേമസ് ആണല്ലോ. ഇപ്പം ഇവിടെ വന്നിട്ട് ഇത് കഴിക്കണ്ടേ? ഇവിടെ എല്ലാ ഷോപ്പിലും ഇത് തന്നെയാണ്. സോ നമ്മളിവിടെ പാർക്ക് ചെയ്തു, കഴിച്ചു നോക്കാം. നല്ല കാറ്റിലേ, നല്ല മൂഡ് ക്ലൈമറ്റ്. ഇവിടെ ധനുഷ്കോടി വന്നാൽ എന്തായാലും ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യാം. എനിക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടമായി. ഇത് അടിപൊളിയായിട്ട് നല്ല മസാലയൊക്കെ പൊളിയല്ലേ. സോ അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റൂമാണ് കേട്ടോ. അതായത് ബേസിക് സാധനങ്ങൾ. ഒന്ന് ഒരു ക്യൂൻ സൈസ് ബെഡ്, പിന്നെ അവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് ഉണ്ട്, TV, ദെൻ AC, ഫാൻ. അങ്ങനെ ബേസിക് ആയിട്ടുള്ള റൂം. പ്രീമിയം റൂമൊന്നുമല്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 1700 രൂപയാണ്. അപ്പൊ നമുക്കിവിടെ റൂം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് കുറച്ച് സീനാണ്. അപ്പോൾ അതുകാരണം ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഗേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ കാറോ ബൈക്കോ അപ്പുറത്ത് പാർക്ക് ചെയ്യാം. പിന്നെ രാമേശ്വരം ടെമ്പിൾ ഇവിടുന്ന് വളരെ അടുത്താണ്, ഒരു 2 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പൊ അത്രയ്ക്ക് റൂമിന്റെ കാര്യങ്ങൾ. അപ്പൊ ഈ ഫുഡ് കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്, ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടൽ ഹാരിഷ്. ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ചുമ്മാ നടക്കുമ്പോൾ നല്ല രസമല്ലേ. ഞങ്ങൾ കുറേ ആഗ്രഹിച്ചതാ ഇതേപോലെ തമിഴ്നാട് വന്നൊരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുക, അവിടുത്തെ ഒരു ലൈഫ് കാണുക, അതൊക്കെ ഷൂട്ട് ചെയ്യുക, അത് ഫീൽ ചെയ്യുക, അതൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാം. സോ ഇതാണ് ആ ജംഗ്ഷൻ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇവിടെ അമ്പലത്തേക്ക് പോകാൻ അടുത്താണ്. അവർ പറഞ്ഞ ഹോട്ടൽ ഇതേ ക്ലോസ്ഡ് ആട്ടോ. അപ്പം നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി നോക്കുകയാണ്, അവിടെ എന്താ നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2 മിനിറ്റ്സേ നടന്നിട്ടുള്ളൂ. ആ കാണുന്നതാണ് ടെമ്പിൾ. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. നമുക്ക് കുറച്ച് ലേറ്റായി പോയി. അത് ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. ഒരു നല്ല ചുമയൊക്കെ വന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ പെട്ടെന്ന് ടെമ്പറേച്ചറൊക്കെ പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. ചെക്കൗട്ട് ചെയ്തിട്ടില്ല, നമ്മൾ സൺറൈസ് കാണാൻ പോവാണ്. കുറച്ച് ലേറ്റ് ആയിട്ടോ, സണ്ണൊക്കെ പൊങ്ങി വന്നു. 6 മണിക്കാണ് ടൈം, പക്ഷെ ഇപ്പൊ സമയം 6 മണിയാണ് ഇവിടെ. അപ്പൊ ഇനി നമുക്ക് ഇനി ഒരു 17 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ
ഇന്നലെ തന്നെ നല്ല ചുമയൊക്കെ വന്നു, പിന്നെ ചെറുതായിട്ടൊരു പനിയൊക്കെ വന്നു. ഈ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയപ്പോഴുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു. അപ്പോൾ ഡോളോയും ഒക്കെ കഴിച്ചൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ അപ്പോൾ നേരത്തെ എനിക്ക് വയ്യായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റില്ല. എനിവേ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വെളിച്ചൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മിക്കവാറും ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നില്ലേ? അപ്പോൾ ഇന്ന് മോർണിംഗ് അവിടെ ചോദിച്ചപ്പോൾ അത്യാവശ്യം തിരക്കാന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ആ ലൈറ്റ് ഹൗസ് ആണ് ധനുഷ്കോടി. എത്ര മുന്നേ കാണാൻ തുടങ്ങിയെന്നറിയോ? അങ്ങനെ ഇന്നലെ ഇവിടെയൊക്കെ മുട്ടൻ തിരക്കായിരുന്നു. ഇന്ന് ഷോപ്പൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. 9 മണിയാവും ഷോപ്പ് ഓപ്പൺ ആവുന്ന പറഞ്ഞേ. എല്ലാരും എനിക്ക് തോന്നുന്നു മോർണിംഗ് വരുമായിരിക്കും നല്ലത്. സൺസെറ്റ് കാണാന്നുള്ളവർക്ക് കാണാം, പക്ഷെ റഷ് ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ? ഇത് മാത്രല്ല, എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളിപ്പോ ഞങ്ങള് വന്ന പോലെ 1 day 2 ഡേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്റ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വന്ന ദിവസം ഈവനിങ് ഒരു 4 o'clock 5 o'clock ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാമേശ്വരം ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് അന്ന് സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം രാവിലെ ഇങ്ങോട്ട് ഇറങ്ങും എനിക്ക് ബെറ്റർ. നമ്മൾ ഇന്നലെ നമുക്ക് രാമേശ്വരം ടെമ്പിൾ അതുകൊണ്ടൊരു മിസ്സായി പോയി. കാരണം നമ്മൾ സൺസെറ്റും സൺറൈസും ഇവിടുന്ന് കാണണം എന്ന് പറഞ്ഞതുകൊണ്ട്. നമ്മളങ്ങനെ അരീച്ചൽമുന വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൊണ്ട് തീർന്നു. അവിടെ ബേ ഓഫ് ബംഗാൾ, പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 18 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് ശ്രീലങ്ക, ദെൻ ഇത് ഇന്ത്യൻ ഓഷ്യൻ. അടിപൊളി വ്യൂ അല്ലേ? ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടോ. ഇന്നലെ ഞങ്ങളിത് ഒപ്പട്ടേ നിന്നായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. ഫൈനലി അതും കിട്ടി. അത് നടക്കും. കണ്ടില്ലേ ചെറുക്കണ്ടാ എങ്ങനെയുണ്ട്? ഇവിടെ കച്ചവടങ്ങളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. 9 മണിയാവും തോന്നുന്നു. എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. ആൾക്കാരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? കുറച്ച് പേര് വന്നിട്ടുണ്ട്. എന്തായാലും റഷ് കുറവാ, അത് വലിയൊരു ഭാഗ്യം. പിന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്നൊക്കെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ കൊഞ്ച് കഴിച്ചത്. ഇത് ഇവിടെ ഒരാള് പോണോക്കിയേ. ഇവിടെ മയിലോ? അയ്യോ, സർപ്രൈസ് ആയി പോയല്ലോ. അടിപൊളിയല്ലേ? ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കയറി വന്നു. ഇതാണ് ഗോസ്റ്റ് ടൗൺ അഥവാ പ്രേത നഗരം. അന്നത്തെ ആ ഒരു സൈക്കോളിന് ശേഷം എല്ലാം നശിച്ചതാണ് ഇവിടെ. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഡിക്ലെയർ ചെയ്താണ് ഗോസ്റ്റ് ടൗണിന്. അപ്പോൾ നമുക്കിവിടെ പോകുമ്പോൾ ഇത് ആക്ച്വലി ഒരു പള്ളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് പോവാൻ ഇവിടെ ഒരു വാക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കൂടെ നമുക്കിങ്ങനെ പോവാം. എന്നാലും നമുക്ക് പോയി നോക്കാം. ഫോട്ടോഷൂട്ടിന് പറ്റിയ പ്ലേസാണ്. അതേപോലെ ഇവിടെയൊക്കെ കുറേ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇപ്പൊക്കെ ഇതുണ്ടോ കുറേ ഷെൽസ്, പിന്നെ ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള, ഇവിടുത്തെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ കുറച്ച് ഷോപ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. ചുമ്മാ ധനുഷ്കോടി ഒരു ഓർമ്മയ്ക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. ശാരദയെ ഫോട്ടോ എടുക്കണം. അപ്പോൾ നമുക്കിത് ഇതൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു ബാക്കിയായ അവശിഷ്ടങ്ങൾ. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്താൽ തോന്നുന്നുണ്ട്. അന്നത്തെ ആണോ അന്നത്തെ ആവില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ചർച്ചിൻ്റെ സൈഡിൽ ഇത്രയാണ് കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു മോർണിംഗ് വരുവാണെങ്കിൽ ഇത് ഇങ്ങനെ കാണാം. ഇപ്പോൾ ഇന്നലെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ക്രൗഡ് കുറഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ഫീലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഷെല്ല് എന്തെങ്കിലും വാങ്ങിപ്പോവാം അല്ലേ? മെയിനായിട്ട് ഈ ഷെല്ലിൻ്റെ ഐറ്റംസാണ് കുറച്ചും കൂടെ കൂടുതൽ ഇവിടെ. അതാണല്ലോ മെയിൻ. കണ്ടോ? എടുത്താലോ? ഇവിടുത്തെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ കുറച്ച് തിരക്കായിട്ടോ. നേരത്തെ വന്നുകൊണ്ട് നമുക്ക് ഒഴിഞ്ഞു കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ അതാ ആ സൈഡായിട്ടാണ്. അതുപോലെ ആ കാണുന്നതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് കേട്ടോ. ധനുഷ്കോടിത്തെ ലൈറ്റ് ഹൗസ്. അതിൻ്റെ മേളിൽ കയറാൻ തോന്നുന്നു, അറിയില്ല, ആരും കയറുന്നൊന്നും കണ്ടില്ല. ഇതൊക്കെ ഈ കാണുന്നത് അവശിഷ്ടങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് എന്തൊക്കെയോ വീട് പോലെ, എന്തൊക്കെയോ ബിൽഡിങ്ങാ, എന്താണെന്ന് അറിയില്ല. കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ എന്തോ ഒരു ഫീലില്ലേ? മീൻസ് നമ്മൾ പെട്ടെന്ന് അന്നത്തെ ആ ഒരു
ഒരു മെമ്മറിയിലോട്ട് ആ ഒരു കാലഘട്ടത്തിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം. നമുക്കറിയില്ല പറഞ്ഞ എന്തായിരുന്നു. ഇതിനെക്കുറിച്ച് ആ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്, ഒരു ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സൈക്കിളിൽ വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെന്തായിരിക്കും, അവർ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ. നല്ല ഒരു വില്ലേജ് ആയിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു സ്റ്റോറി അറിഞ്ഞിട്ട് ആലോചിക്കുമ്പോൾ എന്തോ ഒരു ഫീലില്ലേ. സോ അപ്പോൾ നമ്മളെന്താ അടുത്ത പ്ലാന്? ഒരു ചെറിയൊരു ആഗ്രഹം ഇത്രയും വന്നിട്ട് എനിക്ക് രണ്ടിലും തുടങ്ങുന്നുണ്ടായിരുന്നു, അതായത് ഇന്ത്യൻ ഓഷ്യനിലും ബേ ഓഫ് ബംഗാളും. പക്ഷെ ബേ ഓഫ് ബംഗാൾ അങ്ങ് അപ്പുറത്താണ്, കുറച്ച് പോണത് ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ നമ്മൾ തൊടാൻ പോകണം. ആദ്യം ആരെ തുറന്നേ? നീ തുറന്നോ ഞാൻ തുറന്നോ? വരുമ്പോ തൊട്ട് പറയുന്നതാ എനിക്ക് ഇന്ത്യൻ ഓഷ്യനിൽ തൊടണം, എനിക്ക് ബേ ഓഫ് ബംഗാളിൽ തൊടണം. പേടിച്ചോ? അതല്ലേ കാലായി കഴിഞ്ഞാൽ മൊത്തം സീനോ. തൊട്ടോ ചുമ്മാ ഒരു ആഗ്രഹം. ഓ രണ്ടാൾക്കും ഭയങ്കര ക്ഷീണം. അപ്പോൾ പല റേറ്റ് കേട്ടോ. 60 ഇതേതാ? 70, 80, 90 അങ്ങനെയൊക്കെ എത്ര? ഇതുമാണ് ഇത് എന്ത് വ്യത്യാസം? എന്താ വ്യത്യാസം? ഓ എന്നാ ഇതെടുത്താലോ? ഇതെടുത്തോ. ഇതില് വെറൈറ്റി ആദ്യമായിട്ട് കാണല്ലേ. എല്ലാമേ വരുന്നുണ്ടാവോ? ഉണ്ടെങ്കിൽ അടിപൊളി. മോർണിംഗ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല ടയർഡ്. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങളം കുടിച്ചൊന്നും ബൂസ്റ്റാണ്, എനർജി ബൂസ്റ്റാണ്. എന്നിട്ട് പിന്നെ ഒരേ പൊളി ഇലക്ട്രോ. അപ്പോൾ ദേ ആ കാണുന്നതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ആയിരുന്നു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഈ ഒരു 3 ഭിത്തി മാത്രമേ ഉള്ളൂ. നമുക്കിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇതൊക്കെ കാണാം. സോ അതെ, അപ്പോൾ നമ്മൾ ധനുഷ്കോടിനോട് ബൈ ബൈ പറയാണ്. ടാറ്റാ. അങ്ങനെ ഞങ്ങളുടെ കുറേ കാലത്തെ ഒരു ഡ്രീം ആയിരുന്നു ധനുഷ്കോടി. ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു പ്ലേസ് ആയിരുന്നു. സോ ഇന്ന് അത് സാധിച്ചു. സോ ഹാപ്പി. എല്ലാവരും ഇതേപോലെ ഇറങ്ങാം. എല്ലാവരും ഡ്രീം അടിപൊളിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചത് മാപ്പിൽ സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ ആ ഒരു റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ചെക്കിനെ അത് കാണുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ഫീല്. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.